ആകാശയാത്രകളെന്നാൽ ബോയിങ് എന്നായിരുന്നു. ലോകം അത്രയേറെ വിശ്വസിച്ചിട്ടുണ്ട് ബോയിങ്ങിനെ. വിമാനയാത്രയുടെ കാര്യത്തിൽ മാത്രമല്ല, റോക്കറ്റുകളും സാറ്റലൈറ്റുകളും മിസൈലുകളും വരെ നിർമ്മിക്കുന്നവരാണ് ബോയിങ് എന്ന അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനി. ഒരു കാലത്ത് അമേരിക്കൻ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെയും നവീനതയുടെയും മുഖമുദ്രയായിരുന്ന ബോയിങ്ങിന് ഇത് തിരിച്ചടികളുടെ കാലമാണ്. ആ ബോയിങ് എങ്ങനെ തകർച്ചയുടെ വക്കിലെത്തി? ദക്ഷിണ കൊറിയയിലെ മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ക്രാഷ് ലാൻഡ് ചെയ്ത ജെജു എയർലൈൻസിൻ്റെ ബോയിങ് 737-800 ജെറ്റ് മതിലിൽ ഇടിച്ച് കത്തിയപ്പോൾ 181 യാത്രക്കാരിൽ 2 പേരൊഴികെ മറ്റെല്ലാവരും മരിച്ച സംഭവം കേട്ടാണ് 2024 വിടവാങ്ങിയത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി നിരവധി പ്രതിസന്ധികൾ കമ്പനിയെ അലട്ടുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന "ഇഫ് ഇറ്റ്സ് ബോയിങ് ഐ എയിൻറ്റ് ഗോയിങ്" എന്ന പ്രതിഷേധ വാചകം യാത്രക്കാരുടെ ഭീതിയിൽ നിന്നുണ്ടായതാണ്. എന്താണ് ഒരു കാലത്ത് വ്യോമയാന മേഖലയിലെ മുടിചൂടാ മന്നനായ ബോയിങ്ങിന് സംഭവിച്ചത്? ആ ബോയിങ് എങ്ങനെയാണ് ഈ ബോയിങ് ആയത്?